സാർ നമസ്കാരം. നമസ്കാരം. ദുബായിലിപ്പോൾ എല്ലാ ഫംഗ്ഷനും പൂരങ്ങൾക്കും ഓണം ഫംഗ്ഷനും ഒക്കെ നമുക്ക് ദുബായ് രുദ്രനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ പേര് എങ്ങനെയാണ് കിട്ടിയത്? ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബാക്കി പ്രവർത്തന രീതി? നിങ്ങളെ കോൺടാക്ട് എങ്ങനെയാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് അതിൽ പുറത്തോളം? ഞങ്ങൾക്ക് ശരിക്ക് ദുബായ് രുദ്രൻ ആൻഡ് ദുബായ് കണ്ണൻ, ദുബായ് രുദ്രനും ദുബായ് കണ്ണനും രണ്ട് ആനകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, യു എയിലുണ്ട്. ഇത് നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചാലക്കുടിയിലാണ്. ചാലക്കുടി പ്രശാന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് ഈ ആനനെ നിർമ്മിച്ചത്. അത് ഷിപ്പിലാണ് ഈ സാധനത്തിന് കൊടുക്കുന്നത്. നമ്മളുടെ വെയർ ഹൗസ് ഉണ്ട്, വെയർ ഹൗസിലാണ് ഇത് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ആഴ്ചകളിലും ദുബായ് രുദ്രനും ദുബായ് കണ്ണനെയും യു എക്കാർക്ക് വേണം. പ്രത്യേകിച്ചും മലയാളി സമൂഹത്തിൽ പുറമെ അറബ് സമൂഹത്തിനും കൂടിയിട്ട് ആനയുടെ പല ഫംഗ്ഷനും ആനനെ കൊണ്ടുപോകുന്നുണ്ട്. അവരെല്ലാം വളരെ സജീവമായിട്ടാണ് ദുബായ് രുദ്രനെയും ദുബായ് കണ്ണനെയും ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതികൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ആനയെ പോലെ തന്നെ കണ്ണ് വരെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ രോമങ്ങൾ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെവി ആടുന്നുണ്ട്, വാല്, തുമ്പിക്കൈ പൊക്കുന്നുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു മെക്കാനിസം? ഇത് കംപ്ലീറ്റ്ലി റിമോട്ട്, കൺട്രോൾഡ് ബൈ മെഷീൻസ് ആണ്. വാലാടും, തുമ്പിക്കൈ മേലോട്ട് വരും, തുമ്പിക്കൈയിൽ കൂടി വെള്ളം വരും, പ്ലസ് തല ആട്ടും, സൗണ്ട് ഉണ്ടാക്കും. ആക്ച്വലി ഒരു നോർമൽ ആനനെ പോലെ, ബട്ട് നടക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം സംവിധാനങ്ങളുണ്ട്. നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തള്ളിക്കൊണ്ട് പോകണം. ആനപ്പുറത്ത് ആൾക്കാർക്ക് കയറാം. 2-3 ആൾക്കാർ അറ്റ് എ ടൈം നമുക്ക് കയറാൻ പറ്റും. ഇത് ഈ ഏരിയ കംപ്ലീറ്റ് റബ്ബറാണ്. അവിടെ അത് ഇരുന്ന് ഫാസ്റ്റർപാളി ഉള്ള സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് വെള്ളം വരുന്നത് വലിച്ചോക്കിയ ഇനിയും പൊക്കാം. ഇതിൽ ദുബായ് രുദ്രൻ എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 11 അടിയാണ്, 11 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ദുബായ് കണ്ണൻ എന്ന് പറയുന്നത് കുട്ടിയാനയാണ്, 7 അടി ഹൈറ്റാണ്. സോ ഈ ചെറിയ ഫംഗ്ഷനൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ ദുബായ് കണ്ണനെയും പ്രിഫർ ചെയ്യുന്നത്. ചെറിയ ആന, കാരണം ഇതിൻ്റെ ഹൈറ്റ്, ഡോറിൻ്റെ ഹൈറ്റൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പുറത്ത് വെക്കാനുള്ളതെങ്കിൽ ദുബായ് രുദ്രനെയാണ് ഓൾമോസ്റ്റ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഡീറ്റെയിലിംഗ് അപാരമാണല്ലേ? അതെ. നമുക്ക് വെഞ്ചാമരുണ്ട്, മറ്റുള്ള എല്ലാ സമയത്തും മേലെ കയറുന്ന. ഡിസംബർ 2-ാം തീയതി തൃശ്ശൂർ പൂരം വരികയാണ്. ഇവിടെ യു എയിൽ തൃശ്ശൂർ പൂരം വരിക. തൃശ്ശൂർ പൂരത്തിന് ദുബായ് രുദ്രനും ദുബായ് കണ്ണനും ഉണ്ടാവും. ആൾക്കാർ അതിൻ്റെ ആനപ്പുറത്തുണ്ടാവും. നിങ്ങൾക്ക് ദുബായ് ബാറ്ററിയിലല്ല, നമ്മൾ പവർ ഡയറക്റ്റ് കൊടുത്തൊക്കെയാണ്, പവർ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ആക്ച്വൽ കൊമ്പല്ല, പക്ഷേ ആക്ച്വൽ കൊമ്പ് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതിന് എന്താ പറയുക പ്രോബ്ലംസ് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട്. ചങ്ങല, മണി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒറിജിനലാണ്. ഈ ആവശ്യക്കാർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ana.com എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നുള്ളൂ. നമ്മളെ കോൺടാക്ട് നമ്പർ 05055840449. അത് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയുമായി ഞങ്ങളെത്തും നിങ്ങളുടെ പരിപാടി. യെസ്. റേറ്റ് കാര്യങ്ങൾ ഇറ്റ്സ് ഡിപ്പെൻസ്. അത് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തരാവുന്നതാണ്. തീർച്ചയായും ഒരു പരിപാടി ആഘോഷമാക്കാൻ ഞങ്ങൾക്ക് റേറ്റ് ഒരു വിഷയമല്ല. നമ്മൾ ദുബായ് രുദ്രനും ദുബായ് കണ്ണനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അത്രമാത്രമേ ഉള്ളൂ. ഡിപ്പെൻസ് ഓൺ എന്താ പറയുക, പ്രോഗ്രാമിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ദുബായ് കണ്ണനും രുദ്രനും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവിടെ റേറ്റ് അല്ല ഞങ്ങളുടെ വിഷയം. തീർച്ചയായും നല്ലൊരു കാര്യമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ട്രാൻസ്പോർട്ട് ഇത്രയും 7 അടിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും കൊണ്ടുവരാനുള്ള ദുബായ് കണ്ണനെ കൊണ്ടുവന്നത് ആസ് ഇറ്റ് ഈസ് തന്നെയാണ്. പക്ഷേ ദുബായ് രുദ്രനെ കൊണ്ടുവന്നത് പാർട്സ് ആക്കിയിട്ടാണ് കൊടുത്തത്. ഇവിടെ കൊടുത്തിട്ട് അസംബ്ലി ചെയ്യും. എത്രയായിരുന്നു അതിൻ്റെ ഒരു ഏകദേശം റേറ്റ്? ഇത് ആഫ്റ്റർ ഓൾ നമ്മളൊരു ബിസിനസ്സാണ്, വേറെയും പല സാധനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കൊരു അവിടുന്ന് ഷിപ്പ് ചെയ്തിട്ട് ഏകദേശം 15 ഡേയ്സിൻ്റെ ഉള്ളിൽ സാധനം ഇവിടെ എത്തി. വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ക്ലിയർ ചെയ്തു. നാട്ടിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും. അവർ 2 ദിവസത്തിനുള്ളിൽ എല്ലാം ഫിക്സ് ചെയ്ത് തിരിച്ചു. ഇതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ഒരു ആനയുടെ പോലെ തന്നെ ആകുമ്പോഴത്തേക്കും എന്താണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെ എന്തെങ്കിലും? ഇത് എങ്ങനെയാ വെച്ചാൽ അവർ ചുമ്മാ ഒരു ആനനെ രൂപം ഉണ്ടാക്കിയല്ല, നാട്ടിലുള്ള പേര് കേട്ട ഒരു ആനയുടെ ആകൃതി മുഴുവനായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്.
അല്ലാതെ വെറുതെ ഒരു ആനയുടെ രൂപമല്ല. നാട്ടിൽ ഇതുമായി ജ്യേഷ്ഠകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കാനായിട്ട് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒന്നുമില്ല. അല്ല, അവർ അവർ കലാകാരന്മാരാണ്. അപ്പോൾ അവരുടെ കഴിവാണിത്. തീർച്ചയായും ഇതിങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്തൻ ടീം അവരുടെ കഴിവിന് ഇത് കാണുന്നത്. എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തും ഞങ്ങളോട് താങ്ക് യു സോ മച്ച്. എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ദുബായിൽ എവിടെയും ഉണ്ട് ദുബായ് റിദ്രൻ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.